ഹലോ ഗൈസ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൺ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കണമെന്ന് കരുതുന്നു. ഇന്ന് അടിപൊളി ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് റോസ്റ്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഒരു 10 ചെറുള്ളി, 10-15 വെളുത്തുള്ളി, പിന്നെ 2 പട്ട, 3 ഏലക്ക. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത്. പിന്നെ 2 സവാള, ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള, അത് ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കൂന്തൽ, 1/2 കിലോയോളം ഉള്ള കൂന്തലിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിക്കുക, പാൻ വയ്ക്കുക, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് പട്ടയും ഏലക്കയാണ്. അത് ഇപ്പം നമ്മളെല്ലാം ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. കാര്യം നമുക്ക് ഇപ്പോൾ തീ കൂട്ടണം, കാരണം ഇപ്പോൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കരിഞ്ഞു പോകാണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യം പട്ടയും ഏലക്കയും ഇട്ടു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള പീസാണ് ഞാൻ സ്ലൈസ് ചെയ്തിട്ടേക്കുന്നത്. ഇഞ്ചി തട്ടിയ ശേഷം പിന്നെ വെളുത്തുള്ളി ഒരു ചെറിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 10-15 പീസോളം കഷ്ണങ്ങളോളം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചിലതൊക്കെ മുഴുവനായിട്ട് തന്നെ കിടക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ റോസ്റ്റിൽ അങ്ങനെ കിടക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ വഴറ്റുന്നത്. കാര്യം തീ കൂട്ടേണ്ട. കാര്യം എന്ന് വെച്ചാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വഴറ്റാം. ഇനി നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ചെറുള്ളിയാണ് ഇടുന്നത്. ചെറുള്ളി ഞാൻ കട്ടേ ചെയ്യുന്നില്ല, ആ മുഴുവനോടെ തന്നെയാണ് നമ്മളിടുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂന്തലിൻ്റെയൊക്കെ വേവ് വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും അത് വെന്തോളും. ആ റോസ്റ്റിൽ അങ്ങനെ കിടക്കുന്നത് കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. 2 സവാളയാണ്. അത് അത്യാവശ്യം ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതിലോട്ട് വഴറ്റാൻ വേണ്ടി തട്ടുക. ചില സ്ഥലങ്ങളിലൊക്കെ കൂന്തലിന് കണവ എന്നൊക്കെ പേരിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ പേരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഏലക്ക, ഇത്ര ഇൻഗ്രീഡിയൻസാണ് ഇട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു കരിഞ്ഞു പോകാണ്ട് ഒരു ചെറിയൊരു ബ്രൗണിഷ് നിറത്തിൽ നമുക്കായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പച്ചമുളക് 2 എണ്ണം കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വഴറ്റിയാൽ മതി, ഇളക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ലോ ഫ്ലെയിമാണ്. ഇനി നമ്മൾ പൊടിയാണ്. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മല്ലിപ്പൊടി, പിന്നെ കശ്മീരി മുളക് അതൊരു 3/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്. നമുക്കിതിന് എരിവ് ഒത്തിരി കൂടുതലായിട്ടാണ് നമ്മൾ റോസ്റ്റിനെ ഉണ്ടാക്കുന്നതെങ്കിൽ കുരുമുളകും മുളക് പൊടിയുടെയൊക്കെ അളവ് നമുക്ക് അത്യാവശ്യം കൂട്ടാം. പിന്നെ 1/2 ടീസ്പൂണോളം പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾ മസാലകളിൽ ചേർക്കുന്നത്. മക്കളൊക്കെ ചിലപ്പോൾ എരിവ് കുറവാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് എരിവ് കുറയ്ക്കാം. അതല്ല നമുക്ക് സ്പൈസി ആയിട്ടുള്ള റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി മുളക് പൊടിയിലും ഒക്കെ കൂട്ടാം. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന മുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ഇട്ടിരുന്നാലും അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആ അളവിലിട്ടത്. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇത്രയാണ് ഇട്ടത്. പിന്നെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂണോളം അത് നമ്മൾ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കുക. കാരണം അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് പോയി വരണം. എന്നാൽ മാത്രമേ തീ കൂട്ടരുത്, ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നമുക്കത് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം അത്യാവശ്യം ഒരു മണമൊക്കെ മാറി ഇപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാ മസാലിൻ്റെയൊക്കെ എല്ലാം ആ സവോളയിലും ഉള്ളിയിലും ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ നന്നായിട്ട് വരുന്നതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്. അത്യാവശ്യം നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇനി നമ്മൾ പഴുത്ത ഒരു അത്യാവശ്യം വലിയൊരു തക്കാളിയാണ്. ആ തക്കാളി ഒരെണ്ണം ഫുള്ളായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. മസാല എല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ മസാല ഇട്ട് അതിൻ്റെ
അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇടുന്നുള്ളൂ. അത് ഞാൻ ഒരു മുഴുവൻ തക്കാളി ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം ഒരു കുറുകി വരുന്ന രീതിയിലുള്ള ഒരു റോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സവാള ഫുള്ളായിട്ട്, അത്യാവശ്യം വലുതാണ്, ചെറുതാണെങ്കിൽ 2 ഇട്ടോ കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചെറിയ രീതിയിൽ വാടിയ ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലോട്ട് ഇടുക. കൂന്തലിട്ട ശേഷം ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് തന്നെ എടുക്കണം. കാര്യം അതിലോട്ട് ആ മസാലകളും ആ സവാളയും എല്ലാം അതിലോട്ട് നന്നായിട്ട് ഒന്ന് ചേർന്ന് വരണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അത് യോജിപ്പിച്ച് എടുക്കുക. ഇപ്പോഴും നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടില്ല, ഒരു ലോ മീഡിയം അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇട്ടാൽ മതി. ഇനി കൂന്തൽ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് റൗണ്ടായിട്ടാണ്, ഒത്തിരി വീതി ഇല്ലാണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണല്ലോ അത് വേവിക്കുന്നത്. അപ്പോൾ അതിന് ആ വേവ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വീതിയൊന്നും കൂട്ടാണ്ട് ഒരു മീഡിയം വലുപ്പത്തിന് റൗണ്ട് ഷേപ്പിനാണ് കൂന്തൽ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. കുറച്ച് ചിലവർ അത് റൗണ്ട് അല്ലാണ്ട് തന്നെ കട്ട് ചെയ്തൊക്കെ നമുക്ക് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ വലിപ്പം കുറയ്ക്കുന്നത് കുറച്ച് നല്ലത്, പെട്ടെന്ന് വേവാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ പിന്നെ പാകത്തിനുള്ള ഉപ്പിടുക. നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിട്ടാൽ മതി, ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. തീ മീഡിയത്തിൽ തന്നെ നിന്നാൽ മതി, ലോ ടു മീഡിയം ആ ഒരു ലെവൽ മതി. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 കപ്പ് അത്രേ ചേർക്കുന്നുള്ളൂ, 1/2 കപ്പ് വെള്ളം. അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, കാര്യം നോക്കിയിട്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂന്തൽ വെന്ത് വരുന്ന ടൈമിൽ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട, നമ്മളൊരു റോസ്റ്റ് ലെവലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുക. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ചേർക്കാം കുറച്ച്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ആ ഒരു ഇതിനാണ് ഞാൻ എടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ നമ്മൾ നോക്കുക ഈ ടൈമിൽ. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.